ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ രാത്രിത്തെ ഫുഡ് എൻ്റെ വക വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിമ്പിളായിട്ടുള്ള കറികളൊക്കെയാണ് വെക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ വെണ്ടയ്ക്ക് കുറച്ചിങ്ങനെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ ടി വി ഒക്കെ വെച്ച് നോക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ടി വി കാണുന്ന ഒരു ശീലമുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പച്ചവാഴക്ക് കൂടെ ശരിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ പ്ലാൻ മാറ്റി വേറെ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കടുക് ഇട്ടു, സവാള ഇട്ടു, വെണ്ടയ്ക്ക ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി വഴറ്റിയിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ട് വരും. ഇനി അടുത്ത ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ഒലത്തിയതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാള, പിന്നെ വേപ്പില, പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റണം. കുറേ നേരം ഇങ്ങനെ ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റണം. അത് നല്ല കുറുകി വരുന്ന പോലെ വഴറ്റണം. അങ്ങനെ തക്കാളി റെഡി ആയിട്ടുണ്ട്. പിന്നെ മീനൊക്കെ പൊരിച്ചു. അപ്പോൾ ഇന്നത്തെ ഫുഡ് എൻ്റെ വകയായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാം. ടാറ്റാ.